സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഫെബ്രുവരി 22 നോമ്പ് 2-ാം ഞായർ. വചനഭാഗം ലൂക്ക അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു വിളി, അതുമതി. രചന സനു തെറ്റയിൽ മേക്കാട്. എല്ലാവർക്കും എല്ലാം എന്ന പരസ്യവാചകം ഏതെങ്കിലും ഒരു ഉൽപ്പന്ന കമ്പനിക്ക് കൊടുക്കാനൊക്കുമോ? ഇങ്ങനൊരു വാഗ്ദാനം പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? ഉണ്ടാവില്ല. അതായത് എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. അതുതന്നെ. പാവപ്പെട്ടവന് പണവും ധനവാന് അളവില്ലാത്ത സമാധാനവും എന്നും സ്വപ്നം മാത്രമാണ്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയും വലുതാവണം, വലിയവർക്കോ ചെറുപ്പം വീണ്ടുകിട്ടണം. വിവാഹം കഴിഞ്ഞവന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഒറ്റപ്പെട്ടവന് സ്നേഹം. ഇങ്ങനെ പോകുന്നു ആ ആവശ്യങ്ങളുടെ, സ്വപ്നങ്ങളുടെ ലിസ്റ്റുകൾ. എല്ലാവർക്കും എല്ലാം ഇല്ല എന്നത് എത്ര വാസ്തവമാണ്. എന്നാൽ എല്ലാവരിലും അവനവൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ചില സാധ്യതകളുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. പക്ഷേ ചിലർ മാത്രമേ അതിൽ വിജയിക്കുന്നുള്ളൂ. സുവിശേഷത്തിൽ തന്നെയുണ്ടല്ലോ അതിനുള്ള ഉദാഹരണങ്ങൾ. വലത്തുവശത്തെ കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനായത്? അതുപോലെ തന്നെ സക്കേവൂസും തനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് മിസ്സാക്കിയില്ല. അത്ര തന്നെ. ഞാൻ ആരാണ് എന്ന ചോദ്യമാണല്ലോ ചിന്തകനായ സോക്രട്ടീസിനെ തത്വചിന്തയുടെ അമരക്കാരനാക്കിയത്. എക്കാലത്തെയും ഏറ്റവും അർത്ഥവത്തായ ചോദ്യമായി പല ചിന്തകരും അഭിപ്രായപ്പെടുന്നതും ഇതേ ചോദ്യമാണ്. ഒരുപക്ഷെ ഏതൊരാളും നിത്യവും ചോദിക്കേണ്ട ഒന്നു തന്നെയാണിത്. താൻ ആരാണ് എന്ന കുഞ്ഞുനാളിലെ ചോദ്യത്തിന് കിട്ടിയ മറുപടി ആവണമെന്നില്ല ഒരാൾക്ക് കുറെ കഴിഞ്ഞ് കിട്ടുക. അതിനുറപ്പായും മാറ്റമുണ്ടാവും. മാറണം. അതാണ് ജീവിതം. താൻ ആരാണെന്ന ആത്മശോധനയുടെ ആക്കം കൂട്ടുന്ന നാളുകളായ ഈ നോമ്പ് കാലത്ത് നമുക്കും അല്പം സീരിയസായി ചിന്തിക്കാം. നാമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ആരാണെന്ന്. സക്കേവൂസിൻ്റെ മനസ്സ്. ഒരുപക്ഷെ സക്കേവൂസിൻ്റെ ചിന്തയിൽ പലപ്പോഴും വന്നിട്ടുള്ളൊരു ചോദ്യമായിരിക്കണം അയാൾ ആരാണെന്നുള്ളത്. താൻ ആരാണെന്നും തനിക്ക് സമൂഹത്തിലുള്ള വില എന്താണെന്നും അവർക്ക് തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നുമൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാളായിരിക്കണം അയാൾ. അതാവാം ആരും അറിയാതെ അദ്ദേഹം ഒളിച്ചിരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. ഒരുപക്ഷെ ഒരിക്കലും മോചനമില്ലാത്ത വിധം തൻ്റെ തൊഴിലിൽ പെട്ടുപോയ ഒരാളാവാം അയാൾ. അയാളുടെ സാഹചര്യം അതിൽ തന്നെ തുടരാൻ അയാളെ പ്രേരിപ്പിച്ചിരിക്കാം. സുവിശേഷത്തിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി സക്കേവൂസിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതായി നമുക്ക് മനസ്സിലാവും. ബൈബിൾ നേരിട്ട് അയാളുടെ ഉള്ളിലെ വികാരങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും സംഭവങ്ങളിലൂടെ നമുക്ക് ചിലത് മനസ്സിലാക്കാം. കൗതുകവും ആകാംക്ഷയുമുള്ളൊരു വെറും സാധാരണക്കാരൻ്റെ പെരുമാറ്റമാണ് ഇവിടെ സക്കേവൂസിൽ നിന്നും ഉണ്ടായത്. അയാളൊരു ധനികനും ചുങ്കക്കാരുടെ തലവനുമായിരുന്നെങ്കിലും അവൻ യേശുവിനെ കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്നുവെന്ന് വേണം കരുതാൻ. അവൻ ഓടി മരത്തിൽ കയറി. ഇത് ഒരു സാധാരണ ധനികന്റെ പെരുമാറ്റമല്ല. അതായത് അയാളുടെ ഉള്ളിൽ ആത്മീയമായ ഒരു തിരച്ചിലും ശൂന്യതയും ഉണ്ടായിരിക്കാം എന്ന് സാരം. ഒറ്റപ്പെടലും കുറ്റബോധവും. ചുങ്കക്കാരെ സമൂഹം വെറുത്തിരുന്നു എന്നത് പല സുവിശേഷ വ്യാഖ്യാനങ്ങളിൽ നിന്നും നമുക്ക് അറിവുള്ളതാണ്. അവൻ ധനികനായിരുന്നു, പക്ഷേ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടവനല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് സമ്പത്ത്, ഉള്ളിൽ ഒറ്റപ്പെടൽ. ഇത്തരമൊരു ആത്മസംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായ സന്തോഷവും അംഗീകരിക്കപ്പെടുന്ന അനുഭവവും. ഈ ഒരു അനുഭവം തരുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല. അതുവരെ താൻ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ അനുഭവം അപ്രതീക്ഷിതമായി കൈവരുമ്പോൾ ആരും അതിൽ മതിമറന്നു പോകും. യേശു അവൻ്റെ പേര് വിളിച്ചു, സക്കേവൂസേ ഇറങ്ങി വാ. ഇത്തരത്തിൽ ഹൃദയവ്യഥ അനുഭവിച്ച ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഒരു ഗോൾഡൻ ചാൻസ്. ഇത് അയാൾക്ക് വലിയ അതിശയവും സന്തോഷവും നൽകിയിട്ടുണ്ടാവണമെന്ന് മാത്രമല്ല, അയാളുടെ ആത്മാഭിമാനം 100 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. എന്നെ അറിയുന്നവനും സ്വീകരിക്കുന്നവനുമായ ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരിക്കാം. ആഴത്തിലുള്ള ആത്മശോധന. യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ ഉള്ളിൽ മാറ്റം സൃഷ്ടിച്ചു. അവൻ തൻ്റെ പിഴവുകൾ അംഗീകരിച്ചു. പകുതി സമ്പത്ത് ദരിദ്രർക്ക് നൽകാൻ തയ്യാറായി. 4 ഇരട്ടി നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തു. ഇതൊക്കെ അയാളിൽ കുറ്റബോധം, മാനസാന്തരം, പുതിയ ജീവിത തീരുമാനങ്ങൾ എന്ന മാനസിക മാറ്റം കാണിക്കുന്നു.
സമാധാനവും സ്വാതന്ത്ര്യവും. അവൻ്റെ പ്രഖ്യാപനം വെറും വാക്കുകളല്ല, അത് ഉള്ളിലെ ഒരു വിമോചനമാണ്. പഴയ ജീവിതത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മോചിതനായ ഒരു മനുഷ്യൻ്റെ മനസ്സമാധാനം. സമഗ്രമായി നോക്കുമ്പോൾ സക്കേവൂസ് അനുഭവിച്ചിരുന്നത് ഇതൊക്കെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആത്മീയ ശൂന്യത, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, കുറ്റബോധം, അപ്രതീക്ഷിതമായ ദൈവകൃപ, സത്യസന്ധമായ മാനസാന്തരത്തിൻ്റെ സന്തോഷം. സക്കേവൂസിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മാനസാന്തരം ഒരു വികാരം മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള മാറ്റവും ജീവിതത്തിലെ ദിശാമാറ്റവുമാണ് എന്നതാണ്. സമ്പത്ത് അതിൽ തന്നെ നന്മയോ തിന്മയോ അല്ലല്ലോ. ഫോർച്യൂൺ നോക്സ് വൺസ് അറ്റ് എവറി മാൻസ് ഡോർ എന്നൊരു ചൊല്ലുണ്ട്. നമുക്കോരോരുത്തർക്കുമുണ്ട് നാം കൊട്ടിയടയ്ക്കുന്ന വാതിലുകൾ. അത് മനുഷ്യർക്ക് മുന്നിലോ ദൈവത്തിൻ്റെ മുന്നിലോ പ്രകൃതിയുടെ മുന്നിലോ ഒക്കെ ആവാം. അവിടെ ആരെങ്കിലും മുട്ടി വിളിക്കുന്നുണ്ടോ എന്ന് കരുതിയിരിക്കാനും ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിജിലൻ്റ് ആയിരിക്കുകയാണ് പ്രധാനം. കരുതിയിരുന്നാൽ ആ വിളിയുടെ ഒരു സ്പാർക്ക് മതി, നമ്മുടെ ജീവിതം മാറിമറിയും.